പലപ്പോഴും ഷിർക്ക് ഖുറാഫാത്തുകൾക്കിടയിൽ ജീവിക്കുമ്പോൾ പലർക്കും സംഭവിക്കുന്നൊരു കാര്യം ഇത് ശീലമായി പോകുക എന്നുള്ളതാണ്. ഇതൊരു നിസ്സാരമായ കാര്യമായി തോന്നുക എന്നുള്ളതാണ്. ഒരു മനുഷ്യൻ ആലോചിച്ച് നോക്കൂ, നിങ്ങൾ ഇന്നുവരെ കള്ളു കുടിക്കാത്ത ഒരുത്തൻ അവൻ ഏതെങ്കിലും ഒരു നാട്ടിലേക്ക് താമസം മാറി വല്ല കോളേജിൽ പഠിക്കാൻ പോയി ഹോസ്റ്റലിൽ താമസിക്കുമ്പോൾ അവൻ്റെ ഒപ്പമുള്ള കൂട്ടുകാർ കള്ളു കുടിക്കുന്നത് കണ്ടാൽ ആദ്യത്തെ ദിവസം അവൻ്റെ പ്രതികരണം എങ്ങനെയായിരിക്കും? വളരെ ശക്തമായിരിക്കും. ചിലപ്പോൾ അവൻ്റെ റൂമിൽ നിന്ന് ഇറങ്ങിപ്പോവും, ചിലപ്പോൾ അവരോട് ബന്ധം വിച്ഛേദിക്കും. ഒരു മാസം കഴിഞ്ഞാലോ, ഒരു വർഷം കഴിഞ്ഞാലോ, പണ്ടൊരിക്കൽ മദ്യത്തിൻ്റെ ഒരു തുള്ളി ശരീരത്തിൽ എവിടെയെങ്കിലും ആയി എന്ന് തോന്നിയാൽ വസ്ത്രം മുഴുവൻ കഴുകി വൃത്തിയാക്കുമായിരുന്ന അയാൾക്ക് ചിലപ്പോൾ മദ്യം കാണുന്നതേ ഒരു പ്രശ്നമല്ലാതായിട്ടുണ്ടാവും. അവൻ ചിലപ്പോൾ കുടിക്കുന്നുണ്ടാവില്ല, പക്ഷെ അവന് മദ്യത്തോടുള്ള പ്രശ്നം മനസ്സിൽ നിന്ന് നീങ്ങിയിട്ടുണ്ടായിരിക്കും. ഹറാമുകൾ ആവർത്തിച്ച് കാണുന്നത് അതിൻ്റെ ഗൗരവം മനസ്സിൽ നിന്ന് ഇല്ലാതെയാക്കുന്നതാണ്. ഇതേ കാര്യം പലപ്പോഴും ഷിർക്ക് പരമായ കാര്യങ്ങളോട് അതിൻ്റെ ഇടയിൽ ജീവിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ കയറിപ്പെട്ടത് ശ്രദ്ധിക്കണം. അള്ളാഹുവിന് പുറമെ ഒരാൾ ഇബാദത്ത് ചെയ്യപ്പെടുന്നത് കാണുമ്പോൾ മനസ്സ് വേദനിക്കുന്നില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം തൗഹീദ് പ്രശ്നമായി തുടങ്ങിയിട്ടുണ്ട് എന്നാണ്. അള്ളാഹു അല്ലാത്ത ഒരാൾ ഇബാദത്ത് ചെയ്യപ്പെടുന്നത് കണ്ടാൽ, ഒരാൾ ഷിർക്കിൽ അകപ്പെടുന്നത് കണ്ടാൽ അതൊരു വേദന ഉണ്ടാക്കുന്നില്ലെങ്കിൽ സഹോദരങ്ങളെ, നമ്മുടെ തൗഹീദ് അതിൻ്റെ സത്യസന്ധതയിൽ കുറവ് വന്നു തുടങ്ങിയിട്ടുണ്ട് എന്നാണ് അതിൻ്റെ അടയാളം. സഹാബികൾ അവർ പറഞ്ഞതായി കാണാം, ഇന്നാ ലനക്രിഷു ഫീ വുജൂഹിഹിം, ഞങ്ങൾ മുശ്രിക്കീങ്ങൾ അവർക്കിടയിൽ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ ഞങ്ങളുടെ കുടുംബത്തിൽപ്പെട്ട ഷിർക്കിൽ അകപ്പെട്ട ആളുകൾ അവരെ കാണുമ്പോൾ ഞങ്ങൾ അവരോട് പുറമേക്ക് ചിരിച്ചു കാണിക്കുമായിരുന്നു, പക്ഷേ ഞങ്ങളുടെ ഹൃദയം ദുഃഖം കൊണ്ട്, വേദന കൊണ്ട് നിറയുന്ന അവസ്ഥയും. അവർക്ക് തിരിച്ചറിയുമായിരുന്നു അവരുടെ കുടുംബത്തിൽപ്പെട്ട ഒരാൾ ഈ ഷിർക്കിലായിട്ടാണ് മരിക്കുന്നത് എങ്കിൽ കാലാകാലം നരകത്തിലാണ് എന്ന ബോധ്യം അവർക്കുണ്ടാകുമായിരുന്നു.